ഇവിടെ ജയം വന്നിട്ട് രമേശ് പിഷാരണിക്കാണ്. BJPന്റെ ധീര വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. ഒരു പ്രസംഗമാണ്. കോൺഗ്രസിന് ഒരു ഭാഗത്ത് ക്ഷീണം വന്നാൽ വേറൊരു ഭാഗത്ത് സപ്പോർട്ട് കൂടും. ഇന്ന് വരെ പ്യാരി UDFനെ ചതിച്ചിട്ടില്ല. നല്ല കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു അദ്ദേഹത്തറിയില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി അവിടെ പോയത്. വേറെ എവിടെയും വന്നില്ലല്ലോ. BJPക്ക് നല്ല മുന്നോട്ടുണ്ട്. ഒരു 5 ഭാഗത്ത് 2ാം സ്ഥാനം വരും. സീറ്റ് കിട്ടുന്ന കാര്യം ഇപ്പോൾ ചിത്രത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. മറുനാടൻ മലയാളിയിലെ നമ്മുടെ ഷാജൻ സാറിന് വേണ്ടി ഒരു ഇന്റർവ്യൂ പറഞ്ഞു. പാലക്കാട് ആര് ജയിക്കും? ഇവിടെ ജയം വന്നിട്ട് രമേശ് പിഷാരണിക്കാണ്. ശോഭാ സുരേന്ദ്രന്റെ വലിയ പ്രതീക്ഷയുണ്ട്. ഇല്ല, ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് പാർട്ടിന്റെ ധീര വനിതയാണ്. BJPന്റെ ധീര വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. ഒരു പ്രസംഗമാണ്. എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കേൾക്കും. അത്രയ്ക്ക് നല്ല പ്രസംഗമാണ്. കഴിഞ്ഞ ട്രിപ്പ് വാങ്ങിയതിലും വെച്ച് BJP ഭൂരിപക്ഷം കൂടും. കഴിഞ്ഞ ട്രിപ്പ് എത്ര വോട്ട് വാങ്ങിയിട്ടുണ്ടോ അതിലും വെച്ച് കൂടും. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് പ്യാരി പഞ്ചായത്തിലെ വോട്ട് മുസ്ലിം വോട്ടുകൾ. അത് ഇടതുപക്ഷത്തിലേക്ക് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പോയില്ലേ? ഇല്ല, വരില്ല. കോൺഗ്രസിന് ഒരു ഭാഗത്ത് ക്ഷീണം വന്നാൽ വേറൊരു ഭാഗത്ത് സപ്പോർട്ട് കൂടും. അപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ പ്യാരി വന്ന സീറ്റുകൾ ഇടതുപക്ഷത്തിന് വരാൻ പോവാ. ഇടതുപക്ഷത്തിന് അങ്ങനെ വന്നോളണമെന്നില്ല. BJP അങ്ങനെ ഇന്ന് വരെ പ്യാരി UDFനെ ചതിച്ചിട്ടില്ല. പക്ഷേ ചതിച്ചിട്ടേ ഇല്ല. നിങ്ങൾ പറഞ്ഞമാതിരി ചിലപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥിയാണല്ലോ എന്ന് പറഞ്ഞ ചില ഏറ്റക്കുറവ് ഉണ്ടാകുക എന്നല്ലാണ്ട് 100% വോട്ടിൽ ഒരു 10% കുറയായിരിക്കും. ഇവിടെ 2ാം സ്ഥാനത്ത് ആര് വരും? 2ാം സ്ഥാനത്ത് BJP വരും. ഞങ്ങൾ പറയും ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന്. ശോഭാ സുരേന്ദ്രൻ ജയിക്കണം. നിങ്ങളുടെ അഭിപ്രായം? എനിക്കും ആഗ്രഹമുണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്ന്. മോദി വരുമ്പോൾ ഒരു തരംഗം ഉണ്ടാക്കത്തില്ലേ? ആ തരംഗം കൂടെ ഏക്കത്തില്ലേ? തരംഗമൊന്നും വിജയിക്കൂല. കുറച്ച് വോട്ട് കിട്ടുന്നല്ലാണ്ട് ഒന്ന് അങ്ങനെ നോക്കണം. മോഡി വയനാടൊക്കെ തരംഗം ഉണ്ടാകണ്ട. മോഡി ഇപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ വരുന്നത്. തൃശ്ശൂർ പോകുന്നുണ്ട്, ഇനിയിപ്പം വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇതുണ്ടാകണ്ടേ? ഇനിയിപ്പം BJP ഒരു 10 സീറ്റ് പിടിച്ചാൽ പറയത്തില്ലേ വോട്ടിംഗ് വിഷയം മാറ്റി വെച്ചതാന്ന്? പറയില്ല. BJP നല്ല വളർച്ച കേരളത്തിലുണ്ട്, ഇല്ല പറയുന്നില്ല. മലമ്പുഴയിൽ ശിവദാസ മേനോൻ ജയിക്കുമ്പോൾ അവിടെ BJPക്ക് 4000 വോട്ടേ ഉള്ളൂ. കോൺഗ്രസിന് ശിവദാസ് മേനോൻ ജയിച്ചത് 15000 വോട്ടിന്. ആ സ്ഥലത്ത് വന്നിട്ട് BJPക്ക് 4000 വോട്ടുള്ളൂ. ഇപ്പോൾ സ്ഥിതി മാറി. കോൺഗ്രസിന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് അവിടെ BJPയാണ് 2ാം സ്ഥാനം. 20000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. 10000 വോട്ട് മാറിയാൽ മതി. ഞാൻ ചോദിക്കുന്നത് ഈ മലമ്പുഴ മണ്ഡലത്തെക്കുറിച്ച് ചോദിച്ചാൽ മലമ്പുഴ മണ്ഡലത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? അതൊന്നും ഉണ്ടായില്ല. LDF തന്നെ പോകും. LDF തന്നെ പോകും. അത് ചുവപ്പ് കോട്ടയാണ്. ചുവപ്പ് കോട്ടയാണ്. തകർക്കാൻ പറ്റിയിട്ടില്ല. അവിടെ BJPക്ക് വളർച്ച വന്നു, കോൺഗ്രസിന് ക്ഷീണം തട്ടി. കോൺഗ്രസിൽ നിന്നാണ് 15000 വോട്ട് ശിവദാസ മേനോൻ വാങ്ങിയത്. അപ്പോൾ 4000 വോട്ടുള്ളൂ BJPക്ക്. ഇപ്പോൾ BJPയിൽ നിന്നാണ് അവർ കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കുന്നത്. മാറ്റമുണ്ട്. ഇവിടെ പാലക്കാട് പിന്നെ UDFനെ സഹായിക്കുകയും മലമ്പുഴയിൽ LDFനെ സഹായിക്കുകയും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയുണ്ടോ LDFന്? കാരണം മലമ്പുഴ ഞങ്ങൾ പോകുമ്പോൾ മലമ്പുഴ പോസ്റ്ററുകളൊന്നും കാണുന്നില്ല, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നില്ല. അതാണ് അവരുടെ പ്രവർത്തനം അവിടെ അങ്ങനെ വളരെ കമ്മിയായി. അവരിൻ്റെ എക്കാലത്തും പോകാത്തൊരു പഞ്ചായത്താണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഒരു ബാങ്ക് അകത്തെ തറ അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടേ ഇല്ല, ഇക്കുറി പോയി. അപ്പോൾ അതെന്താണ്, നല്ല കോൺഗ്രസ്സുകാരുള്ള ഒരു രാജ്യമാണ് അകത്തെ തറ. നല്ല കോൺഗ്രസ്സുകാരുണ്ടായി. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി അവിടെ പോയത്. വേറെ എവിടെയും വന്നില്ലല്ലോ. നല്ല അന്നത്തെ ഈ സ്വതന്ത്ര സമര സമയത്തുള്ള നല്ല കോൺഗ്രസ്സുകാരുണ്ടായിരുന്നത് അകത്തെ തറയിലാണ്. മലമ്പുഴ അദ്ദേഹം അവിടെ പോയി ജയിച്ചു പോണ്ടേ? വേറെ സ്ഥലമില്ലല്ലോ. ഇല്ലല്ലോ, വേറെ ഉണ്ട്. അവിടെയും ജയിപ്പിക്കും. 2 MP പറഞ്ഞാൽ കേൾക്കും. മുസ്ലിം ലീഗിൻ്റെ ലീഡർ പറഞ്ഞാൽ അപ്പം കേൾക്കും. ഏതെങ്കിലും ഒരു MP പാർട്ടിക്കാരെ നോക്കി രാഹുൽ നിൽക്കട്ടെ എന്ന് പറയും. രാഹുൽ നിൽക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഗഡ്സുള്ള ഒരു അടിത്തറയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, IUML. ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിനെ കുറിച്ചൊന്ന് പറയുമ്പോൾ ഇവരുടെ വളർച്ച കൊണ്ടാണ് കുറച്ച് മുസ്ലിം തീവ്രവാദം കേരളത്തിൽ കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സമ്മതിക്കേണ്ടതല്ലേ? സമ്മതിക്കണം. ഈ മദനിയൊക്കെ മുസ്ലിം ലീഗിനെ നഖശിഖാന്തരമായിട്ട് എതിർത്ത ആളാണ്. 30 കൊല്ലം പാർലമെൻറ്റിലേക്ക്
സുലൈമാൻ സേട്ടുവിനെ പറഞ്ഞയച്ചത് ലീഗാണ്. ആ സുലൈമാൻ സേട്ടുവിനെ എതിർത്തിട്ട് നാഷണൽ ലീഗ് പാർട്ടി ഉണ്ടാക്കി. ചെയ്യാൻ പാടുമോ? പിന്നെ അയാൾ പാർലമെന്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്ന് രണ്ടായിരുന്നു. അന്നും ലീഗിൻ്റെ അടിത്തറ ഇളകിയിട്ടില്ല. അത് ഇളക്കാൻ പറ്റില്ല. പിന്നെ ഇളക്കാൻ നോക്കിയതാണ് മദനിനെ വെച്ചിട്ട് ഇളക്കാൻ നോക്കി. നഖശയാന്തരം ലീഗിനെ എതിർത്തും കൊണ്ടായിരുന്നു. അവസാനം എന്തായി? 10 കൊല്ലം തമിഴ്നാട് ജയിലിലും 15 കൊല്ലം കർണാടക ജയിലിലും. ജീവശവമായിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട്. ആരും അയാളിനെ കാണാനും പാടില്ല, ആരിനെ കാണാനും അയാൾ പോകാനും പാടില്ല. അങ്ങനത്തെ നിബന്ധനയിലാണ് ഇരിക്കുന്നത്. ജയിലിൽ വീട് എന്താണ് ഇപ്പോൾ അവിടുന്ന് മോചിച്ചു എന്ന് മാത്രം പറഞ്ഞു. അതും ഈ ലീഗിനെതിർത്ത്. പക്ഷെ അത് ഇച്ചിരി കടുപ്പമായി പോയില്ല. അത്ര ശിക്ഷ വേണമായിരുന്നോ എന്ന് കേട്ടാൽ തമിഴ്നാട്ടിലെ അല്ലുമ തീവ്രവാദി ഭാഷാൻ്റെ 2 ആൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അത് വളരെ രഹസ്യമാണ്. അത് പുറത്തു വന്നു. നമ്മുടെ ചോറ് തിന്നിട്ടാണ് 2 ആൾക്ക് അഭയം കൊടുത്തു. അല്ലുമാൻ അറിയില്ല? തമിഴ്നാട് ബോംബ് സ്ഫോടനമൊക്കെ നടത്തിയ ആൾ ഭാഷ. അവിടുത്തെ 2 ആൾക്ക് മകനെ വിളിച്ചിട്ട് അഭയം കൊടുക്കണം പറഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. എത്ര സീറ്റ് ബിജെപിക്ക് പ്രതീക്ഷിക്കാം? ബിജെപിക്ക് നല്ല മുന്നോട്ടുണ്ട്. ഒരു 5 ഭാഗത്ത് 2ാം സ്ഥാനം വരും. സീറ്റ് കിട്ടുന്ന കാര്യം എനിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്ന് കിട്ടട്ടെ. പക്ഷേ അത് പറയാനുള്ള ഗഡ്സ് എനിക്കില്ല. പക്ഷേ വളർച്ച ഉണ്ട്. കഴിഞ്ഞ ട്രിപ്പ് ശോഭാ സുരേന്ദ്രൻ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വോട്ടുക്കുറി വാങ്ങും. പക്ഷേ പിഷാരന് ജയിക്കും എന്ന് പറയാനുള്ള കാരണം തരട്ടെ. മേനോ കുടുംബമാണ്. നായർ മേനെന്നൊക്കെ പറയില്ലേ? പാലക്കാട്ട് ഹിന്ദുക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മേനോൻ കുടുംബമാണ്. ഒന്ന്. രണ്ടാമത്തെ, പിഷാരനിൻ്റെ കുടുംബം ഇവിടെ നിറയുന്നുണ്ട്. 3, പിഷാരനിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ട്. ഇതൊക്കെ ഈ കോൺഗ്രസിലും ബി ജെ പിയിലും ഉണ്ട്. ഈ നായന്മാർ കോൺഗ്രസിലും ബി ജെ പിയിലും ഉണ്ട്. ഇവൻ്റെ ആരാധകർ വന്നിട്ട് കോൺഗ്രസിലും ബി ജെ പിയിലും ഉണ്ട്. അപ്പോൾ UDFൻ്റെ വോട്ടും കിട്ടും, പിഷാരനിൻ്റെ വോട്ടും കിട്ടും. പിഷാരൻ്റെ വോട്ട് പറഞ്ഞാൽ ഈ രസികന്മാരിൻ്റെ ഈ കുടുംബക്കാരൻ്റെ വോട്ടാണ് ഞാൻ പറയുന്നത്. പിഷാരനിക്ക് വോട്ടുണ്ടല്ലോ, അതല്ലേ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയതിനെക്കാട്ടിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 15,000 വോട്ടിന് ഭൂരിപക്ഷം. LDFന്റെ മുസ്ലിം നാമധാരിയാണ് സ്ഥാനാർത്ഥി. കുറച്ച് അങ്ങോട്ട് ഒഴുകി വരും. പിഷാരടി എന്ന് പറഞ്ഞ ആളിന് കുറച്ച് അങ്ങോട്ട് ഒഴുകി പോകും. ഇതെല്ലാം കൂടെ കൂടി ഒരു മിക്സാണ്. എല്ലാവരും ഇപ്പോൾ ചിത്രത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. നിങ്ങൾ എവിടെ പോയി നോക്കിയാൽ താമരയും കാണുന്നുണ്ട്, കയ്യും കാണുന്നുണ്ട്, ചിത്രം കാണുന്നുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിന് കൊടുത്തിട്ട് ഇപ്പോഴും ചിഹ്നമില്ല. ആ സ്ഥാനാർത്ഥി കയ്യും വെച്ചിരിങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു ചിഹ്നം വേണ്ടേ? ഇന്ന ചിഹ്നത്തിലാണ് നിൽക്കണമെന്ന് പറയാൻ. BJP നിൽക്കേണ്ട താമര അടയാളത്തിൽ ശോഭാ സുരേന്ദ്രനിക്ക് വോട്ട് കൊടുക്കുന്നു. കോൺഗ്രസ് പറയുന്നുണ്ട് കൈ അടയാളത്തിൽ രമേശ് പിഷാരനിക്ക് വോട്ട് കൊടുക്കുകയെന്ന് പറയുന്നുണ്ട്. ഇവരിപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്നത്? അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഭാഗവും ആകാം. എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരിക്കൽ നടന്നിട്ടുണ്ട് കാസർഗോഡല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും BJP ജയിക്കേണ്ട സമയത്ത് ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. BJP ജയിക്കുന്ന ഏതെങ്കിലും സാഹചര്യം വന്നാൽ ഞങ്ങൾ എങ്ങനെ പെരുമാറണം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് KJ മാരാർ ജയിക്കണം. അയാൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ KJ മാരാർ ജയിക്കണം. അത് ആരുടെ ആവശ്യം? ഇയാളുടെ സ്വന്തം പെങ്ങളുടെ മകനാണ് KG മാരാർ. BJPയുടെ സ്ഥാനാർത്ഥി. നല്ല ആദർശമുള്ള മനുഷ്യനായിരുന്നു. അയാൾക്കൊരു വീക്ക് പറ്റിയിട്ടുണ്ട്. CH മുഹമ്മദ് കോയൻ്റെ മേലെ ആസിഡ് ബോൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. CH മുഹമ്മദ് കോയ KJ മാരാർ. പിന്നെ അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് വിടാനാ പറഞ്ഞത്. CH മുഹമ്മദ് കോയ കുട്ടിയാണ്, വളർച്ച പോരാ, അവരൊന്നും ചെയ്യരുത്, വിടാനാ പറഞ്ഞത്. നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ നല്ല മനുഷ്യർ ജീവിച്ചിരുന്നു. ഇപ്പോൾ അത്രയൊക്കെ നല്ല മനുഷ്യൻ, അത്ര നല്ല ഹൃദയവിശാലതയുള്ള മനുഷ്യനുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഏറ് കൊണ്ടിട്ട് അയാളോട് ഒന്നും കേസെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുത്തു. എനിക്ക് ആളിനെ അറിയത്തില്ല എന്നാണ് കോടതി പറഞ്ഞത്.
അതായത് അവരുടെ ഇതുപോലെ നല്ല മനുഷ്യർ അല്ലേ അവരുടെ കാലത്തൊക്കെ അവർ പറഞ്ഞത് നമ്മക്ക് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഉള്ളവർ അതല്ല പറയണത്, എനിക്ക് എൻ്റെ ഞാൻ. ഈ രണ്ട് മാറ്റമുണ്ട് അന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയം. KG മാരാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ഞാൻ കേട്ട് ആദ്യമായിട്ട് കേൾക്കുകയുണ്ട. KG മാരാരെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ പറയാണ് ഈ CH മുഹമ്മദ് കോയെ ആസിഡ് ബൾബ് എറിഞ്ഞു. ചെറുപ്പമാണ് അന്ന് യുവാവാണ്. അപ്പോൾ ആ സമയത്ത് എറിഞ്ഞ് അപ്പം CH പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു പയ്യനല്ലേ വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇത്രയും ഹൃദയവിശാലതയുള്ള നേതാക്കന്മാർ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ എൻ്റെ എനിക്ക്. ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ്റെ ഒരു പ്രസംഗം കേട്ടിരുന്നോ? എന്തോ തീപ്പൊരിയാണ്, പ്രായമായി, എന്തൊക്കെ അസുഖമാണ്, പാർക്കിൻസൺ ആണ്, എന്തെങ്കിലും സൈഡിൽ മൂലയ്ക്ക് വെക്കാൻ കൊള്ളാവുന്ന സാധനം മാത്രമാണെന്നാണ് കോൺഗ്രസ്സുകാർ കരുതി വെച്ചേക്കുന്നത്. ആ മനുഷ്യൻ ഇപ്പം പറയുന്ന പ്രസംഗം കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് പറയാൻ കഴിയത്തില്ല. പിന്നെ കരുത്തനായ ശബ്ദമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എല്ലാ നൂലാമാലകളും മാറ്റിവെച്ച് ഈ വാർദ്ധക്യ സമയത്ത് ഒരവസരം കൂടി അദ്ദേഹത്തിന് കൊടുക്കണ്ടായിരുന്നു. മറ്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലെ അല്ലല്ലോ. അത് പാർട്ടി തീരുമാനിക്കണം. പാർട്ടിൻ്റെ ഉള്ളിൽ പല വിഷയങ്ങളും നടന്നിട്ടുണ്ടാവും, നമ്മൾ അറിയാത്തതുണ്ടാവും. അത് വിഷയം ഒന്നേ ഉള്ളൂ, മുഖ്യമന്ത്രി പദത്തിന് മത്സരിക്കാൻ ഒരാളിനെ കുറയ്ക്കുക. അതിന് ഇവരെല്ലാം കൂടി ഒഴിവാക്കി. ഇപ്പം ഞാനും നീയും കൂടെ ഉള്ളൂ മത്സരം, മറ്റേവനും വേണ്ടടാ, നമുക്ക് രണ്ടുകൂടെ അവനെയും ഒഴിവാക്കാം ആദ്യം. അങ്ങനെ അല്ലെങ്കിൽ ഈ സുധാകരനെ പോലെ ഇത്രയധികം ത്യാഗം അനുഭവിച്ച, കോൺഗ്രസിന് വേണ്ടി ത്യാഗം അനുഭവിച്ച ഒരു നേതാവ് ഒരു സീറ്റ് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണം. അത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്താൻ പാടില്ല. കോൺഗ്രസ്സുകാർ പറയേണ്ടതാണ്. അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പദത്തിന് വിളിച്ചോളം നാളെ ചോദിക്കും. അതന്നെ പറഞ്ഞു. 2-3 ആൾക്കാർ കുപ്പായം ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരാൾ കുപ്പായം തുന്നിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതില്ല. പക്ഷേ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു പിണറായിൻ്റെ മുഖ്യമന്ത്രി. അതൊരു ഗട്ട്സ് വേണം. കേന്ദ്രത്തിൽ പറഞ്ഞു മോദിയാണ് പ്രധാനമന്ത്രി. അങ്ങനെ പറയാണ് ഇവർ. ഇന്നാൾ മുഖ്യമന്ത്രി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഇന്നാൾ മുഖ്യമന്ത്രി എന്നുള്ളത് പറയണം. മാറ്റം ഈ രാഹുൽ ഗാന്ധി പരാജയപ്പെടാനും കാരണമാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് ഇവർ പറഞ്ഞിട്ടാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട് പ്രധാനമന്ത്രി സീറ്റും കാത്തിട്ട് പറയില്ല. അവിടെ വരുന്ന പാർട്ടിയാണ്. നമുക്ക് ഇപ്പം വന്നാൽ മോദി എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ആ മോദിയുടെ മുഖത്ത് നോക്കി വോട്ട് ചെയ്യും. ഏകദേശം BJP-ക്കാരൊക്കെ അത് വോട്ട് ചെയ്യും. അതാണ് 100%. പക്ഷേ ഞാൻ സുധാകരനെ കുറിച്ച് പറഞ്ഞു വന്ന ഒന്ന് തീർത്തോട്ടെ. സുധാകരൻ ഇവിടെ നിന്ന് പത്രക്കാരോടൊക്കെ പറഞ്ഞു, പത്രക്കാർ കുത്തി ചോദിച്ചു, ഞാൻ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞു. ഡൽഹി പോയിട്ട് വന്ന് പൂച്ചയെപ്പോലെ വന്ന് വീട്ടിലിരുന്നു. അത്ര അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ആരാണ് ചേട്ടാ ഈ സമയത്ത്? വേറല്ല, പിന്നെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പോഴും അത് തീരുമാനത്തിന് വിധേയനായല്ലോ. തീരുമാനത്തിന് വിധേയനായല്ലോ. എനിക്കിനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രണ്ട് മത്സരിച്ചാൽ കോൺഗ്രസ് കണ്ണൂർ ഏരിയകളിൽ ഇച്ചിരി വെള്ളം കുടിക്കും. തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ അത് ചെയ്യാനായിട്ട് തയ്യാറായില്ല. അത് അയാളുടെ മര്യാദ, അയാളുടെ മാന്യത. അപ്പോൾ നമ്മൾ ഒരു നേതാവിനെ നമ്മൾ അതിൻ്റെ വിലയിടണം. നേതാക്കന്മാരിന് ആരിനെയും നമ്മൾ വിലയിരുത്തണം. നമ്മുടെ രാജേട്ടൻ, രാജഗോപാലേട്ടൻ എന്താ പറയട്ടെ, അത്രയും പ്രായമുള്ള ആളായതുകൊണ്ട് രാജഗോപാലേട്ടൻ തന്നെ പറയണം. കേരളത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ആളാണ്. പറയാൻ BJP-ക്കാരനാണ്. അതുകൊണ്ടല്ലേ നിയമത്തിൽ ജയിച്ചത് അല്ലേ? രാജഗോപാൽ മാറിയ ഉടനെ പോയില്ലേ? നമ്മളെപ്പോഴും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി മനുഷ്യനായി ജീവിച്ച് മതിലുകൾക്കപ്പുറമായിരിക്കണം നമ്മൾ എന്ത് വിഷയത്തിലും. മതിലുകൾക്കപ്പുറത്തായിരുന്നു രാജഗോപാൽ. അതുകൊണ്ടാണ് വിജയിച്ചത്. ആ മതിലിൻ്റെ ഉള്ളിലല്ല. ഈ മുസ്ലിംസിനൊരു പ്രശ്നം വന്നാൽ ധൈര്യമായിട്ട് പോയി അദ്ദേഹത്തെ കണ്ട് കാര്യം പറയാമായിരുന്നു. കാര്യം പറയാനും ആ കാര്യം പറയുന്നത് അവിടെ അങ്ങനെ ആ സ്ഥാനം അയാൾക്ക് ഉണ്ടാകണം. അത് വെറുതെ വീട്ടിലിട്ട് അയാളെ പോയി കണ്ടിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ ചെയ്യുന്നത് റെയിൽവേ മന്ത്രി എന്ന നിലയിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് രാജഗോപാൽ. ഇല്ല പറയുന്നില്ല. അമൃത ട്രെയിൻ കൊണ്ടുവന്ന ആളാണ്. 2 വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും കൊണ്ടുവന്നത് ഈ രാജഗോപാലിൻ്റെ തന്നെയാണ്. അന്നത്തെ പ്ലാന് ഇന്നാണത് വിജയിച്ചത്. ഇന്നാണ് അതിൻ്റെ പണം മോദി സർക്കാർ ചിലവാക്കിയത്. പക്ഷേ ഇതിൻ്റെ ബ്രെയിൻ രാജഗോപാൽ. ഈ പാലം കൊണ്ടുവന്നത് രാജഗോപാലാണ്. രാജഗോപാലിനെ ക്ഷണിച്ചില്ല പാലം ഉദ്ഘാടനത്തിന്. മെഡിക്കൽ കോളേജ് നേരത്തെ വന്നു. ആ മെഡിക്കൽ കോളേജാക്കിയത് നമ്മുടെ ഈ ചെക്കനാണ്, ഷാഫിയാണ്. ഉദ്ഘാടനത്തിന് അവനെ വിളിച്ചില്ല. പറഞ്ഞു
അത് പാടില്ല. വിളിച്ച് മുമ്പിലിരുത്തണം. രാജഗോപാലൻ ജയിക്കുമ്പോൾ 140ാമത്തെ സീറ്റിലെ കൊണ്ടായി ഇരുത്തേണ്ടത്. മാർക്സിസ്റ്റും കോൺഗ്രസും ചെയ്തില്ലല്ലോ, മുൻനിരയിലെ ഇരുത്തിയത്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ മനുഷ്യത്വം. ഒരു സീറ്റല്ലേ ഉള്ളൂ, 39 കഴിഞ്ഞ് 40ാമത്തെ സീറ്റിലല്ലേ പോയി ഇരിക്കാൻ പാടുള്ളൂ. അവരത് ചെയ്തില്ലല്ലോ. കോൺഗ്രസിൻ്റെ മാർക്സിസ്റ്റിൻ്റെ ഇടയിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. അത് ഓരോരോ വ്യക്തികളാണ്. ശശി തരൂരിനെ പറ്റി പറഞ്ഞു. ശശി തരൂർ നല്ല ബുദ്ധിയുള്ള ആളാണ്. ഭരണമൊക്കെ ഏറ്റുകൊടുക്കാൻ പറ്റിയ ആളാണ്. ഏറ്റുകൊടുത്താൽ കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന ശശി തരൂർ മറ്റ് മുഖ്യമന്ത്രി എന്ന് ഇവർ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ KG മാറും. അവർ പറയും, അവർ കോട്ടയം എന്നാ പറയുള്ളൂ. നമുക്ക് തൊഴിലത്തിലിരിക്കാൻ തലവേദനയാണ് നമുക്ക് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പാടൂല. എനിക്ക് വലുതാകണമെന്നുള്ള ഈ നേതാക്കന്മാരുടെ മോഹം നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് പുറകോട്ട് തന്നെ അതന്നെ അല്ല. ഇപ്പോൾ അവർ നേടിയാൽ പോലും അത് കോൺഗ്രസിന്റെ വളർച്ചയല്ല. 10 വർഷം ഭരിച്ച ഭരണത്തിലെ ചെറിയ പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിജയം മാത്രമാണ്. അല്ലാതെ കോൺഗ്രസിന്റെ വെള്ളവും വളവും ഒഴിച്ചു വളർന്നതല്ല. അല്ലല്ല, ഇടതുവശത്തിന് ഇപ്പോൾ പുഴുക്കുത്തിൻ്റെ യാതൊരുവിധ തകരാറുമില്ല. അവരുടെ അടുത്ത് ഒന്നുമില്ല. എന്നാലും അവർ ഭരിച്ചും കൊണ്ടിരിക്കുന്നുണ്ടല്ലോ താഴേക്കാം. പിന്നെ അവർക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്. ഏത്? ശബരിമല. അതിൽ ഈ ശബരിമല എന്ന് പറയുന്നത് തന്നെ വന്നിട്ട് അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് ക്ഷീണം തട്ടുന്നത്. അതിലിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ മാത്രമല്ല, അവിടുത്തെ സ്വാമിമാരുണ്ട്, തന്ത്രിമാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ശബരിമലനോട് ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട്. അത് സംഭവം ശരിയാണ്. സ്വർണം ചെമ്പായിട്ടുണ്ട്. അതായത് ഒരു വൺ സൈഡ് മാത്രം പറയുന്നത് ശരിയല്ല. പിണറായി കുറിച്ച് കോൺഗ്രസ് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ BJP-കാരുടെയോ പ്രസംഗം കേൾക്കുമ്പോൾ അവരുടെ മുഴുവൻ ശ്രദ്ധയും ഈ ഭരണത്തിലെ പരാജയങ്ങളെക്കുറിച്ച് പറയാനല്ല. പിണറായി പ്രസംഗിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. വലിയ ഗൗരവമാണ്, ധാർഷ്ട്യമാണ്. നമ്മൾ ചിരിച്ചോ ചിരിച്ചിലെ, കരഞ്ഞോ കരഞ്ഞിലെ, കണ്ടോ കണ്ടില്ലേ എന്നല്ല. വൈകുന്നേരം വരെ പണിയെടുത്താൽ അവൻ്റെ കൂലി കൊടുക്കുന്നില്ല. അത് മതി. ആ കൂലി കിട്ടുന്നില്ല. ഇയാളുടെ കയ്യിലുള്ളത് ഇയാൾ എല്ലാത്തിനും പങ്കുവെക്കില്ല. ഇപ്പം നമുക്ക് ഈ പെൻഷൻ തരാൻ തന്നെ അതിനകത്ത് ഉണ്ടായിട്ടില്ല. ലോക ബാങ്കിൽ നിന്ന് 3700 കോടി ഉറുപ്പ്യ കടം വാങ്ങിയിട്ടാണ് നമുക്ക് തരാൻ പോകും. ഈ കടമെല്ലാം നമ്മൾ അടച്ചു തീർക്കണം. ഇത് പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ലോൺ എടുത്താൽ രാജ്യത്ത് സ്ഥിതി അങ്ങോട്ട് പോകും. എന്തായാലും ഉരുണ്ട് പോട്ടെ. ഇതിനെ കൊണ്ട് ഇതിനെങ്കിലും പറ്റി. കോൺഗ്രസ് വന്നാൽ അതും പറ്റില്ല. ലോക ബാങ്ക് കടം കൊടുക്കുമ്പോൾ ആലോചിക്കും. നമ്മൾ ആലോചിക്കാണ്ട് വേണ്ടത് ഗഡ്സുണ്ട്. അയാൾ ആ സീറ്റിൽ പവറിൽ ഇരിക്കുന്നുണ്ട്. ആ സീറ്റിൻ്റെ പവറിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കാൻ ഒരു സാധാരണ വോട്ടർക്ക് അവകാശമില്ലേ? ഉണ്ട്. അതിനുള്ള ചെയ്തപ്പോൾ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അല്ലല്ല, അതിനുള്ള സമയം കാണില്ല. അയാൾ കാര്യമായിട്ട് ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അയാൾ സമയം നിശ്ചയിക്കും. അപ്പോഴേ നമ്മൾ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. നായനാർ ചോദ്യം ചോദിച്ചിട്ടില്ല ഓരോരുത്തരെ കൊണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല. ഇപ്പം നേതാക്കന്മാർ ചെയ്യുന്നതെല്ലാം നേതാക്കന്മാരിൻ്റെ ഇഷ്ടത്തിനല്ല. നാളെ പിണറായി എവിടെ പോകണം എന്നുള്ളത് സെക്രട്ടറിയാണ് പറയേണ്ടത്. അയാൾക്ക് അറിയുള്ളൂ. മറ്റന്നാൾ എവിടെ പോകണം. ഇതിപ്പോൾ 29-ാം തീയതി മോദി ഇവിടെ വരികയാണ്. 21-ാം തീയതി മോദി വരും എന്നുള്ളത് 25-ാം തീയതി എന്ത് മോദിക്കറിയില്ല. അത് മോദിൻ്റെ PA സെക്രട്ടറിയാണ് തീരുമാനിക്കുക. ഇന്നവിടെ 29-ാം തീയതി പാലക്കാട്. അതിനുള്ള സമയം, ആ ദിവസം, ആ നേരം അത് കാണാണ്ട് പറ്റില്ല. ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഇന്ന് ഇപ്പോൾ ഈ സുരേന്ദ്രന്, ശോഭാ സുരേന്ദ്രനും ഈ കൃഷ്ണകുമാറും ഭരണത്തിലൊന്നുമില്ലല്ലോ. അവർ വീട്ടിൽ പോയി കടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴേക്കും 50 കോള് വരും. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. എവിടെയൊക്കെ പോകാൻ പറ്റും? ഇതിനിടയിൽ 50 ആൾ പുറത്ത് നിൽക്കുന്നുണ്ടാവും ഓരോരോ ഇതായിട്ട്. ഈ 50 കോളിൽ 45 ഫോണിൽ കൂടെ തിരിച്ച് പറയാം. ചില 5 ഫോൺ ചിലപ്പോൾ നേരിട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെ അവർ തരണം ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഭരിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? രാഹുൽ മാങ്കൂട്ടം ഇവിടുത്തെ MLA ആണ്. അദ്ദേഹത്തെ കേട്ട മാത്രയിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷനെക്കാട്ടിൽ ഉപരി പെട്ടെന്ന് കയറി ആക്ഷൻ എടുക്കാൻ പ്രതിപക്ഷ നേതാവിന് എന്താണ് ബാധ്യത? അത് ശരിയായ നടപടിയായിരുന്നോ? കോടതിയിൽ നിന്നുള്ള വിധി വരുന്നവരെ കാത്തിരിക്കാമായിരുന്നോ? എങ്കിൽ കൂടെ അവൻ നല്ലൊരു ചെക്കനാണ് എന്നാണ് എല്ലാവരും കണക്കൂട്ടി. അതുകൊണ്ടാണ് ഈ സാഫി പറമ്പിൽ നിർത്തിയത്. അവൻ നല്ല ചെക്കനല്ല, പാർട്ടി നല്ലൊരു തെങ്ങാണ്.
ആ തെങ്ങിന് നിറയെ തേങ്ങ ഉണ്ട്. ആ തേങ്ങ നമ്മൾ ഇട്ടു. എല്ലാ തേങ്ങയും മൂപ്പും കാമ്പും ഉണ്ട്. അതിൽ ഒരു തേങ്ങ പേട് തേങ്ങയാണ്. അത് ഒന്നിനും പറ്റൂല. ആ പേട് തേങ്ങയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. പക്ഷേ ഒരു ഊർജ്ജസ്വലനായി പ്രസംഗിക്കുന്ന ആളാണ്. ആ പാർട്ടിക്കാരിയല്ല, ജനങ്ങളെ ആകർഷിക്കാൻ പാർട്ടിക്കാരിയല്ല, പേട് തേങ്ങയാണ്. ജനങ്ങളെ ആകർഷിക്കാൻ പ്രസിഡന്റ് ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങൾ ചെയ്യാൻ പാടുമോ? എന്താ MLA ആകുന്നതിന് മുമ്പ് ചെയ്തതല്ലേ? MLA ആകുന്നതിന് മുമ്പ് ചെയ്താലും MLA ആ സ്ഥാനത്തേക്ക് വരുന്നവനാണ്. ചീത്ത പേരേ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ എത്ര ആൾക്കാർ നല്ല മനുഷ്യനാണെന്ന് പറയില്ല. അപ്പോൾ ഇവനൊക്കെ കണ്ടില്ല. എന്താണ് അവൻ്റെ ഒരു ഗണേശൻ മന്ത്രി, അവൻ്റെ പേര് അവൻ്റെ ഭാര്യയെ കൊടുത്തിരിക്കുന്ന കേസ്. പക്ഷേ അവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അവരുടെ പാർട്ടി. എന്തുകൊണ്ട് കോൺഗ്രസിന് പറ്റുന്നില്ല? കോൺഗ്രസിന് പറ്റാത്ത പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പരാജയമാണത്. അതിന് സംശയമൊന്നുമില്ല. കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യ രാജ്യം മുഴുക്കെ പരാജയത്തിൻ്റെ റൂട്ടിൽ കൂടെ പോവുകയാണ്. വിജയ റൂട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. വിജയ റൂട്ട് കിട്ടിയിരുന്ന ഒരു കാലത്ത് അതിനൊക്കെ അവർ കളഞ്ഞു കുടിച്ചു. ഇനി കിട്ടണമെങ്കിൽ 50 വർഷം കഴിയണം. ഇപ്പോൾ 15 വർഷമായി മോദി തന്നെ ഇരിക്കുന്നു. നമ്മൾ ആലോചിക്കാനുണ്ട്. പ്രതിപക്ഷം കൂടി സ്ട്രോങ് ഇല്ല. സമരം വിജയിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് സമരം ചെയ്യുന്നു, BJP സമരം ചെയ്യുന്നു. ഒന്നുമില്ല എന്നുള്ള പാർട്ടിൻ്റെ അടുത്ത് ആ സമരം വിജയിക്കുന്നുണ്ടോ? അവർ ആ ഭരണം തുടർന്ന് പോണില്ല. ഒരു മാറ്റമില്ലല്ലോ. SC വേണുഗോപാലിന് ഒരു കുപ്പായം തുന്നിയും കൊണ്ടിരിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രിക്ക്. കിട്ടുമോ? 3 ആൾക്കാർ തുന്നി വെച്ചിട്ടുണ്ട്. ഇയാൾ തുന്നിയും കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചാൻസ് കിട്ടി എനിക്കൊന്നും ഇടാലോ പറഞ്ഞു. ഒരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിന് 22 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് അടിത്തറയുള്ള പാർട്ടിയാണ്. അത് 27 ആക്കി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രഷർ ചെലുത്തിയത് KC വേണുഗോപാലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് കാരണം? ഈ 5 സീറ്റിൽ 1 സീറ്റ് ഏത് സമയത്തും രാജിവെച്ച് വേണുഗോപാൽ ഒഴിഞ്ഞു കൊടുക്കുമോ? ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവില്ലേ, അയാൾ നിൽക്കണത് തന്നെ അവൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നതിനെ വന്ന് ഈ ലീഗിൻ്റെ സീറ്റ് കൊണ്ടാണ്. ലീഗിൻ്റെ സീറ്റ് അവിടെ നിന്ന് 22 മാറ്റി നോക്കി പ്രതിപക്ഷം ഉണ്ടോ? അപ്പോൾ അതൊരു അടിത്തറയുള്ള പാർട്ടിയാണ്. അവർക്ക് 27 സീറ്റ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. 25 പിടിക്കും, പറഞ്ഞു ജയിപ്പിക്കും. ഞാൻ ചോദിക്കുന്നത് 2.5 വർഷം കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമോ? ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് ഈ സീറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഉപമുഖ്യമന്ത്രി എന്തായാലും ആകും. 5 മന്ത്രിസ്ഥാനം അന്ന് ചോദിച്ചു. പ്രാവശ്യം ഏതെങ്കിലും ചോദിക്കത്തില്ലേ? കൊടുക്കൂല. ചോദിച്ചാലും പ്രശ്നങ്ങളുണ്ടാവും. മന്ത്രിമാർ കൂടിക്കൂടി വരുന്ന പിന്നെ ലീഗുകാരൻ്റെ മന്ത്രിമാരെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ ഇവരെന്താവശ്യപ്പെട്ടാലും ഇപ്പം നമ്മൾ പറയാറുണ്ട്, കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്കൊരു ഫോൺ ചെയ്താൽ രാഹുൽ ഗാന്ധി എണ്ണീറ്റ് നിന്ന് ഫോൺ എടുക്കുമെന്ന്. കാരണം വയനാട്ടിൽ നിന്ന് ജയിച്ചു. അപ്പോൾ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കുന്നത് പേഴ്സണലായിട്ടുള്ള ചോദ്യം, വീട്ടിൽ എന്താണ് നേരത്തെ ജോലി ചെയ്തിരുന്നത്? എനിക്ക് ആദ്യം ലോഡിങ് പണിയായിരുന്നു ജയിനുമേട് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ എനിക്ക് വയസ്സായപ്പോൾ എനിക്ക് ചെയ്യാൻ വയ്യ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ മകനക്ക് ജോലി കൊടുത്തു. അവൻ ചെയ്യുന്നില്ല, അവനക്ക് വേറെ നല്ല വരുമാനമുണ്ട്. ഈ ആട്ടോയിൽ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ആപ്പിളും മുന്തിരിയൊക്കെ കടത്തിയിട്ട് അവൻ 2,000 റുപ്യൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊന്നും തരുന്നുമില്ല. ഞങ്ങളുടെ ഒരു മൂത്ത മകൻ വന്നിട്ട് ഈ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര വേണം കൊണ്ടുവന്ന് ഉണ്ടാക്കി തരും. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണമുണ്ട്, ഇന്ന ഫുഡുകൾ വേണം പറഞ്ഞൊക്കെ ചെയ്തു തരും. അവൻ അതിനും പോകുന്നു. ഇപ്പം ഇവിടെ സ്വന്തമായിട്ട് വീടുണ്ടോ? എന്താ സംഭവം? ഇല്ല, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ജയിനും വീട്ടിൽ ഒരു ലൈനിൽ വാടകയ്ക്ക് ഇരിക്കുകയാണ്. പണ്ടും ഈ മക്കളിനൊക്കെ വാടകയ്ക്ക് തന്നെയാണ്. ഞാൻ 50 റുപ്യ കല്യാണം കഴിഞ്ഞിട്ട് 50 റുപ്യക്ക് വാടകയ്ക്ക് ഇരുന്നവനാണ്. ഇന്നിപ്പോൾ അന്നത്തെ 50 ഇന്നത്തെ 50 ഒന്നും പറ്റൂലല്ലോ. ഇന്നിപ്പോൾ അത് 3000 റുപ്യയായി മാറി. വാടകയ്ക്കാണോ ഈ 2 ആൺമക്കളുണ്ടായിട്ട്? 2 ആൺമക്കൾ. അവർ ലോട്ടറിയിൽ നിന്ന് എത്ര രൂപ കിട്ടാതെ? ഞാനിവിടെ വന്നതിന് ശേഷം 2 പേരല്ലേ വന്നുള്ളൂ പറഞ്ഞാൽ വരട്ട വരികയായിരിക്കും. 25 ലോട്ടറി ഉള്ളൂ, 150 റുപ്യ. ഇതും കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യനെ സംരക്ഷിക്കണം. സുഖമില്ലാത്തൊരു ഭാര്യ, അവളിനെ നോക്കണ്ടേ. ഈ 2 മക്കളിനെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നാണ്. അവർ മക്കളെന്താ പറഞ്ഞു? അമ്മ മതി, അച്ഛൻ വേണ്ട പറഞ്ഞു. എന്താണ് വീട്ടിലത്തെ പണിയൊക്കെ ഈ അമ്മ ചെയ്യുമല്ലോ, കുട്ടികളെ സംരക്ഷിക്കാനൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് അവർ അമ്മ വേണ്ട, അമ്മ മതി, അച്ഛൻ വേണ്ട പറഞ്ഞു. ഈ 2 ആൺമക്കളും. എൻ്റെ ഭാര്യ എന്നെ വിട്ടുകൊടുത്തില്ല. അച്ഛനുള്ളത് കൊണ്ടാണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്.
അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇല്ല ഈ ഭൂമിയിൽ. പറയേണ്ട നാവ് പൊന്തൂല. അച്ഛനെ വേണ്ട, എന്നാൽ എന്നെയും വേണ്ട, എന്നാൽ പോയിക്കോളിയും പറഞ്ഞു. ഇങ്ങോട്ട് വരരുത് പറഞ്ഞു, വരില്ലടാ പറഞ്ഞു മക്കളോട്. അങ്ങനെ ഭാര്യയായിട്ട് വന്നിട്ട് ഭാര്യൻ്റെ പരിചയത്തിലാണ് ഇവിടെ വീടെടുത്തിരിക്കുന്നത്. യൂറോപ്പിൽ വീടെടുത്തു. മകളും ഭാര്യയും പോയി നോക്കി, ഞങ്ങളുടെ വിഷമം പറഞ്ഞു. എന്നും പത്രം വായിക്കും? പത്രം വരുത്തുന്നുണ്ടോ? എങ്ങനെയാ വായിക്കുക? അല്ലല്ല, ഞാൻ ചായക്കടകളിൽ പോയിട്ട് പത്രം വരുത്തിക്കുക. പത്രം വരുത്തിക്കുന്ന ഭാര്യയ്ക്കും. എത്ര മണിക്കൂർ ഒരു ദിവസം പത്രം വായിക്കും? അങ്ങനെയല്ല, രാവിലെ എണീച്ച ഉടനെ അവിടെ ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് ആ മുഖങ്ങളൊക്കെ വായിക്കും. ഇതൊരു ലോട്ടറിയും കൊണ്ട് വിൽക്കാൻ ഇങ്ങനെ നടക്കും. ഇതിവിടെയല്ലേ വിൽക്കുന്നത്. കാലത്ത് മുണ്ടൂർ പോയിട്ട് നടന്ന് വെക്കണം. അപ്പോൾ അവിടെ 11 മണിക്ക് ചായക്ക് ആൾക്കാർ വരും ഈ ഹോട്ടലിൽ. അവിടെ പോയിരുന്ന് അവർക്ക് ആ ചായ കുടിക്കുന്നവർ വന്ന് ലോട്ടറിയൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ വായിക്കും.